മഹാലക്ഷ്മിയുടെ പുതിയൊരു റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രതാപൻ്റെ അമ്മ അങ്ങനെ പ്രതാപൻ്റെ കൈയെല്ലാം കുഴമ്പിട്ട് നന്നായിട്ട് അങ്ങനെ ഒഴിഞ്ഞു കൊടുക്കണം. ആ സമയം ബലമായിട്ടൊന്ന് ഒഴിയുന്നു. പ്രതാപന് വേദന എടുത്ത് സൗണ്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അവൻ്റെയും അവളുടെയും മുഖമോർത്ത് ഞാൻ അറിയാണ്ടൊന്ന് ഞെക്കിയതാ മോനെ എന്നെല്ലാം പറയാണ്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, എന്ന് വെച്ചാൽ അവരോടുള്ള ദേഷ്യം എൻ്റെ കയ്യിൽ തീർക്കുവാണല്ലേ അമ്മ. എഴുന്നേറ്റ് നടക്കുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കൈയിനും കാലിനും അതുപോലെ നടുവിനൊക്കെ ഭയങ്കര വേദന, ഒടുക്കത്തെ വേദനയാണെന്ന് പ്രതാപൻ പറയുന്നുണ്ട്. അപ്പോൾ നീയല്ലേ പറഞ്ഞത് ആ മാർക്കോടെ കൈ ഇരുമ്പലൊക്കെ പോലത്തെ കൈയാണെന്ന്. അപ്പോൾ എല്ലുപൊട്ടിയിലൊന്നും വലിയ അതിശയമില്ല എന്ന് പറയാണ്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ഇന്ന് കഴിഞ്ഞാലേ മഹാലക്ഷ്മി ഇല്ല, പിന്നെ ആ മാർക്കോയും. അപ്പം അമ്മ പറയുന്നുണ്ട്, പലരുടെ പിന്നാലെ നീ നടക്കാണ്ട് ആ മഹാലക്ഷ്മി ആ കണ്ണൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിപ്പിക്കാൻ നോക്കാനുള്ള വല്ല മാർഗം നോക്കണം. പിന്നെ മാർക്കോനെല്ലാം മാർക്കിട എന്ന് അമ്മ പറയുന്നുണ്ട്. അപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, ആ മാർക്കോ ജീവനോടുകൂടി ഇരുന്നാൽ മഹാലക്ഷ്മിയുടെ ചോരയ്ക്ക് വേണ്ടി അവൻ പകരം ചോദിച്ചിരിക്കുമെന്ന് ഉറപ്പാണെന്ന് ഒരു സംശയമില്ല എന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അമ്മ പറയുന്നുണ്ട്, ഇവനൊക്കെ ഇത് എവിടെ നിന്ന് അവതരിച്ചാണെന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു എന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അവൻ ഒരു നിസ്സാരക്കാരനൊന്നും അല്ല അമ്മേ, അവൻ ഉടുമ്പിൻ്റെ ചോര കുടിക്കുന്നവനാണെന്ന് തോന്നുന്നു. ഇത് കേൾക്കുന്ന അമ്മ ഞെട്ടുകയാണ് കേട്ടോ. അതുപോലെയാണ് അവൻ്റെ കരുത്തെന്ന് പറയുന്നുണ്ട് പ്രതാപൻ. അപ്പം അമ്മ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ആ മേഘനാഥനോട് പറ ലക്ഷ്മിയെ കൊന്നിട്ട് ഏതെങ്കിലും പൊത്തി പോയി ഒളിച്ചിരിക്കാൻ. അല്ലെങ്കിൽ ഈ മാർക്കോ എന്ന് പറയുന്നവനെ മേഘനാഥൻ്റെ കാലി പിടിച്ച് വലിച്ചു കീറൂന്ന് പറയാണ്. ഇത് കേൾക്കുന്ന പ്രതാപൻ പറയുന്നുണ്ട്, ആ എന്തെങ്കിലും ചെയ്യട്ടെ, അവൻ എന്ത് ചെയ്താലും നമ്മൾക്ക് എന്താ എന്ന് പറയാണ് അമ്മയോട്. പ്രതാപൻ പറയുന്നുണ്ട്, നമ്മളുടെ ഭാഗത്തേക്ക് മാർക്കോയുടെ ശ്രദ്ധ തിരിയാതിരുന്നാൽ മതിയെന്ന്. ലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചെന്ന് അറിഞ്ഞാൽ വാതിലും ജനലൊക്കെ അടച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം നമുക്ക് അകത്തിരിക്കാനെന്ന് പറയാണ്ട പ്രതാപൻ. ഇത് കേൾക്കുന്ന അമ്മ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്നും ഒരു പ്രയോജനമില്ലടാ എന്ന് പറയാണ്ടാ. ലക്ഷ്മിക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്ന് അറിഞ്ഞാൽ പിന്നെ ഇവിടെ ഒരുത്തിയുണ്ടല്ലോ, അവൾ വേണമെങ്കിൽ ഈ വാതിലെല്ലാം തുറന്നു മലത്തിയിട്ട് കൊടുക്കും, നമ്മളെ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ അമ്മച്ചി. അങ്ങനെ നീ വിചാരിക്കുന്നത് പോലെയൊക്കെ നടക്കുകയാണെങ്കിൽ ഈ മരണാന്തര ചടങ്ങുകളൊക്കെ നടത്തിയിട്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം മോനെ എന്ന് പറയാണ്ടമ്മ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് കുറച്ച് നാൾ എവിടേക്കെങ്കിലും മാറി നിൽക്കാമെന്ന് പറയുമ്പോൾ പ്രതാപൻ പറയുന്നുണ്ട്, അങ്ങനെ പെട്ടെന്ന് അങ്ങനെ മാറി നിന്ന് നമ്മളെയും പോലീസ് സംശയിക്കൂട്ടാ, അതിലൊരു സംശയമില്ല എന്ന് പ്രതാപൻ പറയുന്നു. ഒന്നാമത് കണ്ണനൊരു വക്കീൽ, അതുപോലെ അവൻ്റെ കൂട്ടുകാരനൊരു വക്കീൽ തന്നെ. അപ്പോൾ എന്തായാലും അവരിതിന് കാര്യമായിട്ട് തന്നെ ഇറങ്ങിത്തിരിക്കുക തന്നെ, നമ്മളെ സംശയിക്കുക തന്നെ ചെയ്യും. പിന്നെ എന്തൊക്കെ സംഭവിക്കുന്നതെന്ന് പറയാനാവില്ല കേട്ടോ അമ്മയെന്ന് പറയുന്നുണ്ട് പ്രതാപൻ. ഈ സ്റ്റേഷനിലെ പോലീസാണെങ്കിൽ ആ കണ്ണനോടും അതുപോലെ മാർക്കോനോടൊക്കെ കൂറുള്ള ഒരു പോലീസുകാരനാണ്. ഇതെല്ലാം കേൾക്കുന്ന അമ്മ പറയുന്നത്, ഞാനൊരു കാര്യം പറയാം, എന്തിനെങ്കിലും മുന്നിട്ടിറങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യം നടന്നിരിക്കണം മോനെ എന്ന് പറയുന്നുണ്ട്. കരുണമോള് പറയുന്നത് 100% സത്യമാണ്. എത്ര പ്രാവശ്യമാണ്, എത്ര തവണയാണ് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഓരോന്ന് പ്ലാൻ ചെയ്യുന്നത്, പക്ഷെ ഒന്നെങ്കിലും വിജയിച്ചിട്ടുണ്ടോ? എല്ലാം പരാജയത്തിൻ്റെ പക്കത്ത് നിൽക്കുകയാണ്. എല്ലാവരും പറഞ്ഞ് ആശിപ്പിക്കുക അല്ലാണ്ട് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നു. പക്ഷെ ഇത്തവണ ആ മേഘനാഥനെ ഏറ്റെടുത്ത കാര്യം ചിലപ്പോൾ നടക്കുമായിരിക്കും എന്നല്ല അമ്മ പറയുന്നുണ്ട്. നീയേ ഇപ്പോൾ എൻ്റെ കൊച്ചു മരുമകനെ പോലെ ആയിരിക്കുക, തനി കിഴങ്ങനെ, അല്ലാണ്ട് എന്താ പറയുക. ഇത് കേൾക്കുന്ന പ്രതാപൻ അമ്മയെ നന്നായിട്ട് തുറച്ചു നോക്കുമ്പോൾ അമ്മ പറയുന്നുണ്ട്, സത്യം പറയുമ്പോൾ നീ എന്തിനാണ് തന്നെ തുറച്ചു നോക്കുന്നതെന്നൊക്കെ, നിന്റെ കണ്ണ് ഞാൻ കുത്തിപ്പൊട്ടിക്കുമെന്നെല്ലാം പറയുന്നു. അമ്മ അകത്തേക്ക് പോകുന്നു കേട്ടോ. അങ്ങനെ അമ്മയും മോനും തമ്മിലുള്ള നല്ല അടിപൊളി ഒരു എപ്പിസോഡാണിത്. ഈ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.